കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇവിടെ വായിക്കും. യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായി. അവൻ ആത്മനിയോഗത്തോടെ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന ദൈവവിതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുവന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനപ്രകാരം അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യെരുശലേമിൽ ശിമിയോൻ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി അവൻ കാത്തിരിക്കുകയാണ്. ഈ ശിമിയോനെക്കുറിച്ച് പഠിക്കുമ്പോൾ BC 700 വർഷത്തിന് മുമ്പ് തൻ്റെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ഇങ്ങനെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും എന്ന് യെശയ്യാപ്രവചനത്തിലെ ആ പദപ്രയോഗം കണ്ടപ്പോൾ പ്രായമായിരിക്കുന്ന താടി നരച്ച നരജട നരച്ച ആ മനുഷ്യൻ ഇതെങ്ങനെ സംഭവിക്കും? ഈ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിക്കയില്ല എന്നുള്ള ഇതെങ്ങനെ സംഭവിക്കും എന്ന് താൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, താൻ എഴുതിയ ഭാഗമെല്ലാം നിർത്തിവെച്ചിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ അടുക്കൽ വന്ന് ആത്മനിയോഗത്തോടെ എഴുതിക്കൂ, ആമേ, നീ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ നീ മരണം കാണുകയില്ല എന്ന് പറയാൻ. അങ്ങനെ ആത്മനിയോഗത്തോടെ അവൻ്റെ നിരാശകൾ മാറ്റി, ഭാരങ്ങൾ മാറ്റി അവൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 27-ാം വാക്യം പറഞ്ഞ ആത്മനിയോഗത്താൽ അവൻ ആലയത്തിലേക്ക് വന്നു. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം കന്യക ഗർഭിണിയായ ഒരു മകനുണ്ടായി. ആ മകനെ കാണുവാനായിട്ട് ആത്മനിയോഗത്തോടെ ആലയത്തിലേക്ക് വരുന്നു. 8-ാം വയസ്സിൽ അവനെ പരിശോധന കഴിപ്പിക്കണം. ആലയത്തിലേക്ക് ആത്മനിയോഗത്തോടെ ശിമിയോൻ വരുമ്പോൾ ഹല്ലേലൂയ, ആ പള്ളിയുടെ ഒരറ്റം മറയറ്റം വരെ യേശുവിനെ നോക്കി നടക്കുമ്പോൾ ആ അറ്റത്ത്, ആ ക്യൂവിൻ്റെ ഏറ്റവും അറ്റത്ത് യേശു മറിയയും ജോസഫുമായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. യേശുവിനെ കരങ്ങളിൽ ഏന്തി ആത്മദൈവത്തോട് അവൻ പറഞ്ഞു, നാഥ, എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുവാൻ എനിക്ക് ഭാഗ്യം തന്നതിനാൽ എന്നെ ഇനിയും സമാധാനത്തോടെ പറഞ്ഞയക്കുക എന്ന് അവൻ പറയുവാനിടയായി. ദൈവമക്കളെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഭാരപ്പെട്ട്, നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, അത് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിഷയമായിക്കോട്ടെ, തലമുറയുടെ വിഷയമായിട്ട്, അവർ ജോലി സംബന്ധ വിഷയമായിക്കോട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ തകർച്ച അനുഭവിക്കുന്നെങ്കിൽ, വേദന അനുഭവിക്കുന്നെങ്കിൽ, സങ്കടങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ്, പ്രവചനാത്മാവ് വിളിച്ചു പറയുന്നു, ആ വിഷയത്തിന്മേൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി ചലിക്കും, ദൈവം പ്രവർത്തിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുക, പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒരാത്മനിയോഗം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങളുടെ മക്കൾ കാത്തിരിക്കുന്ന ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകളിൽ ചലിക്കപ്പെടും. വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നിങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുവാനുള്ളതിനായി സ്തോത്രം. അത് രോഗമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ഭാവി ആയിക്കോട്ടെ, അവരുടെ ജോലി സംബന്ധമായ വിഷയമായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, കർത്താവ് അതിൻ്റെ മേൽ നിരാശപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം അവിടുന്ന് ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. വലിയ പ്രത്യാശ ജനത്തിന്മേൽ പകരുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.